ഹലോ ഫ്രണ്ട്സ്, ഇത് നമ്മളുടെ വീടിൻ്റെ എല്ലാവരുടെയും വീടിൻ്റെ മുറ്റത്ത് കാണുന്ന ചെടിയാണ് അല്ലേ? സീ കണ്ടില്ലേ? പക്ഷെ ഇത് ഞാൻ ചിലപ്പോഴൊക്കെ സെയിം ടേസ്റ്റിലുള്ള സാധനം കണ്ടുപിടിക്കാറുണ്ട്. അങ്ങനെ എനിക്ക് ടേസ്റ്റ് ചെയ്തപ്പോൾ നോക്കിയപ്പോൾ തോന്നിയൊരു ദിവസം ഇത് ഒറിഗാനോ തന്നെയാണ്, അതിൻ്റെ സെയിം ടേസ്റ്റ് ആണെന്ന്. നാട്ടിലുണ്ടാവുന്ന സമയത്ത് പെട്ടെന്ന് കുട്ടികളുടെ ഫ്രണ്ട്സൊക്കെ വന്നപ്പം എനിക്ക് ബ്രെഡ് പീസ് ഉണ്ടാക്കാൻ നോക്കി. ആ സമയത്ത് നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെച്ചുള്ള എല്ലാ ഒറിഗാനോയും തീർന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വേറെ എന്താ കൊടുക്കാമെന്നൊരു ഐഡിയ ഇല്ല. അങ്ങനെ എനിക്ക് തോന്നി ഈ നമ്മളുടെ കഞ്ഞിക്കൂർക്ക അല്ലെങ്കിൽ പനിക്കൂർക്ക എന്നൊക്കെ പറയുന്ന ഇത് സെയിം ടേസ്റ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ഞാനൊരു ദിവസം ഒന്ന് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഉണക്കിയിട്ട് നോക്കി. അപ്പോൾ സെയിം ടേസ്റ്റ് തന്നെ, അപ്പോൾ ഒരു വ്യത്യാസമില്ല. അപ്പോൾ നമ്മളെ നാട്ടിലുള്ള ആൾക്കാർക്ക് കുറേ പേർക്കൊന്നും ഈ ഒറിഗാനോ സൂപ്പർ മാർക്കറ്റിലൊന്നും കിട്ടാതിരിക്കും. അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ ഒറിഗാനോ എങ്ങനെയാണ് നമ്മളെ വീട്ടിൽ ഉണക്കിയിട്ട് പിസ്സയിൽ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇത് നമുക്ക് നന്നായിട്ട് കഴുകിയിട്ടെടുക്കുക. അതിനുശേഷം ഇങ്ങനെ ഇലകളൊക്കെ ഒന്ന് വെള്ളം തുടച്ചിട്ടെടുക്കുക. ഒരു ഉണങ്ങിയ നല്ല വൃത്തിയുള്ള തുണി കൊണ്ട് നമ്മൾ ഓവൻ പ്രൂഫ് ഒരു പാത്രം എടുക്കുക. അതിൽ വെച്ചിട്ട് നമ്മൾ ഇതൊന്ന് വെച്ചാൽ അത് റെഡിയായി കിട്ടും. അപ്പോൾ നമുക്കൊന്ന് ഓവനിൽ ചെയ്തെടുക്കാം. ഇനി നിങ്ങൾക്ക് വെയിലത്ത് കുറച്ച് തുണി ഇങ്ങനെ വിരിച്ചിട്ട് അതിലിട്ടിട്ട് ഉണക്കിയെടുത്താലും മതി. പക്ഷെ വെയിലത്ത് ഡയറക്റ്റ് ഉണക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ഫലമൊക്കെ പോകും. അതുകൊണ്ട് നമുക്കൊരു പണി ചെയ്യാം. വെയിലത്ത് വെച്ചിട്ട് ഇങ്ങനെ അത് മറയത്ത് വിധത്തിൽ ഒരു തുണിയും കൂടിയും വെച്ചിട്ട് ഉണക്കിയെടുക്കുക, അല്ലെങ്കിൽ തണലിൽ ഉണക്കിയെടുക്കുക. പക്ഷെ ഡയറക്റ്റ് നിങ്ങൾ പച്ചയ്ക്ക് തന്നെ ഈ പിസ്സയിൽ ചേർത്ത് കഴിഞ്ഞാൽ ഒരു മടുപ്പിക്കുന്ന ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് നമുക്കിത് ഡ്രൈ ആക്കിയിട്ടെടുക്കണം. നമ്മുടെ ഒറിഗാനോ ഇവിടെ ഞാൻ ഓവനിൽ വെച്ചിട്ട് ഒരു 4-5 മിനിറ്റൊക്കെ എടുക്കും, എന്നാലേ ഇത് റെഡി ആവുള്ളൂ. നിങ്ങൾക്ക് പറ്റും നിങ്ങൾ വെറുതെ തണലിലിട്ടിട്ടോ അല്ലെങ്കിൽ ഇനി വെയിലത്ത് വെച്ച് ഉണക്കുക തന്നെയായിരിക്കും ഏറ്റവും നല്ലത്. ഇങ്ങനെ ആവുമ്പോൾ ഈ ഓവനിൽ വെച്ചിട്ട് എടുക്കുമ്പോൾ നമ്മൾക്ക് അതിൻ്റെ ബെനിഫിറ്റ് ഒന്നും കിട്ടില്ല. ഇതിപ്പോൾ ഞാൻ കൈ കൊണ്ട് ഇങ്ങനെ ഇതേ പൊടിച്ചാൽ നമുക്കിതേ പൊടിഞ്ഞ് കിട്ടും. കണ്ടില്ലേ? ഇനി നമ്മൾക്കിത് പിസ്സയില വേറെ എന്തോ ഒറിഗാനോ ചേർത്തിട്ട് ഉണ്ടാക്കുന്ന ഇറ്റാലിയൻ ഫുഡിലൊക്കെ ചേർക്കാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾ പിസ്സ ഒക്കെ ഉണ്ടാക്കാൻ ഇതെല്ലാം ഉണക്കി റെഡിയാക്കുമ്പോഴത്തേനും ഞാനൊരു പിസ്സേൻ്റെ റെസിപ്പി ആയിട്ട് വരാം. ഓക്കെ, ദെൻ ബൈ.